ശിവ, വണ്ടി എടുക്ക്. അത് എന്നാ ഞങ്ങള് സ്കൂളിലാക്കിയിട്ട് പോയാ മതി. അതിനുള്ള സമയമൊന്നുമില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് കമൽ ഞങ്ങളെ വിളിച്ച് പറഞ്ഞോളാം. ശിവ, വൈകിക്കാൻ പറ്റില്ല, വണ്ടി എടുക്ക്. മക്കളെ പേടിക്കണ്ട, കമൽ നിങ്ങൾ പെട്ടെന്ന് വരും കേട്ടോ. ഞാൻ എന്റെ അച്ഛനെ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാ. പക്ഷെ എനിക്ക് അച്ഛാന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. പക്ഷേ പപ്പിക്ക് അച്ഛനാന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഭാഗ്യം ഉണ്ടായില്ല. കണ്ടിട്ട് പോലും ഇല്ല. പാവം. സത്യം കെട്ടിപ്പിടിച്ചിരുന്നത് പോലെ എനിക്കും എന്റെ അച്ഛനെ അച്ഛാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കണം. അച്ഛനപ്പോ ബൈക്കിൽ പോണം, ബീച്ചിൽ ഓടി നടക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ എനിക്ക്. എങ്ങനെയെങ്കിലും പപ്പിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അങ്കിളെ. ഞങ്ങളുടെ അച്ഛനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം. തരുമോ? എന്താ അങ്കിളെ മിണ്ടാത്തെ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുവന്ന് തരില്ലേ? തീർച്ചയായിട്ടും വരും. വന്നില്ലെങ്കിൽ ഈ ശിവനങ്ങൾ കൊണ്ടുവരും. പോരെ? ഇങ്ങ് വാ. ടിഫിൻ ബോക്സ് രണ്ടുപേരും മുഴുവനും കഴിച്ചോണം, ബാക്കി വെക്കരുത് കേട്ടോ. ഇല്ല, അതൊക്കെ ഞങ്ങളുടെ വിശപ്പിന്റെ ഭാഗമായിട്ട് കഴിച്ചോളാം. എന്തൊരു കഷ്ടായത്. വാ പപ്പി. എന്നാ പിന്നെ നമുക്ക് പോവാം. പോവാം. വാ, സമയായി. വാ, നടന്നോ. ശിവ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ മകന്റെ സ്ഥാനത്ത് ശിവനെ കാണുന്നെന്ന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? വിഷ്ണുവിന്റെ എല്ലാ നല്ല സ്വഭാവ ഗുണങ്ങളും നിന്നിലും ഉണ്ട്. കരുണ, ദയ, പാവങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സ്. ഞാൻ പലപ്പോഴും അവനോട് പറയാറുണ്ട്, ഈ പലിശക്കാശ് വാങ്ങിക്കാൻ പോകുന്ന പണി നിനക്ക് ചേരില്ലെന്ന്. ആരെങ്കിലും കണ്ണീരൊഴുക്കി കാണിച്ച കയ്യിലുള്ള കാശ് അവർക്ക് കൊടുത്തിട്ട് അവനിങ്ങ് പോരും. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ പറയും ശമ്പളത്തീന്ന് പിടിച്ചോന്ന്. ഒരിക്കൽ ഞാൻ തമാശയ്ക്ക് അവനോട് പറഞ്ഞിട്ടുണ്ട്, ഈ മാസം ഞാൻ നിനക്കല്ല ശമ്പളം തരേണ്ടത്, നീ എനിക്കാ തരേണ്ടതെന്ന്. അത് കഴിഞ്ഞാ ഞാൻ അറിഞ്ഞത് ഏതോ അനാഥാശ്രമത്തിലെ കുട്ടികൾക്കുള്ള ബാഗുകൾ അവനാ വാങ്ങിക്കൊടുത്തേന്ന്. ആ സ്വഭാവമെല്ലാം ഞാൻ നിന്നിലും കാണുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത്. കുട്ടികൾക്ക് നീ കൊടുത്ത ഉറപ്പ് ഞാനും കാര്യമായിട്ട് എടുത്തിരിക്കുക. വിഷ്ണുവിനെ ഞങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് തരുമോ? ഇതെന്താ ആ വീട്ടിലെല്ലാം ചത്ത് കിടക്കാണോ? ഫോൺ എടുക്കുന്നില്ലെന്നേ. ചേട്ടൻ ഒന്നുകൂടെ വിളിക്ക്. ഇത് ശാലിനിയാണോ കളക്ടർ? അതെ, ശാലിനിയാണ്. ഞാനേ രാജീവിന്റെ അമ്മാവനാ, കൃഷ്ണൻകുട്ടി, വിജയലക്ഷ്മിയുടെ ആങ്ങള. എനിക്ക് മനസ്സിലായി. എന്താ വിളിച്ചത്? പറഞ്ഞോളൂ. നിങ്ങളുടെ ചേച്ചി ഇതെന്ത് ഭാവിച്ചാ? ഞങ്ങളെ ഈ വയസ്സാങ്കാലത്ത് ജയിലിൽ കയറ്റാൻ വേണ്ടിയിട്ടാണോ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഇങ്ങനൊരു ചതി കാണിക്കാൻ പറഞ്ഞു വിട്ടത്? ശാരികേച്ചി എന്ത് കാണിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഒന്നും കാണിച്ചില്ല. ആ കൈക്കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ തള്ളിയിട്ട് അവളാ ട്രെയിനിന്റെ മുന്നിൽ ചാടി. എന്താ പറഞ്ഞേ? പറഞ്ഞത് മനസ്സിലായില്ലേ? അവള് ആത്മഹത്യ ചെയ്യാൻ ട്രെയിനിന്റെ മുന്നിൽ ചാടിയെന്ന്. എന്തായാലും മരിച്ചിട്ടില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടപ്പുണ്ട്. പെട്ടെന്ന് ചെന്നില്ലെങ്കിലേ ചിലപ്പോ തട്ടിപ്പോവും കേട്ടോ. പിന്നെ ജീവനോടെ കാണാൻ പറ്റിയില്ലെന്ന് വരും. ശരി, അവള് വരും. കാര്യങ്ങൾക്ക് ഉടനെ ഒരു തീർപ്പും ഉണ്ടാവും. പറമോനെ, ഈ അമ്മയുടെ ആഗ്രഹം നീ നടത്തി തരുമോ? എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ശ്രമിക്കാം.
നമുക്ക് പോവാം. ആ റെഡി, ഇതാ വരുന്നു. പോയിട്ട് വരാം സത്യമേ. അതെ, അവിടെ ചെന്നിട്ട് ഒന്നുകൂടി ആ ഹോംവർക്ക് ഒന്ന് കാണിച്ചു തരണേ. ആദ്യം അവിടെ ഒന്ന് ചെല്ലട്ടെ. ഒന്ന് വേഗം വാങ്ങളെ ഇങ്ങോട്ട്. ആ നമുക്ക് പോവാം. വാ വാ കേറിക്കോ. ശിവ, ആ. സത്യമേ, ഒരു അത്യാവശ്യമുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. ഓ, ശിവ, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. കുട്ടികളെ കമലിനെ വിളിച്ച് സ്കൂളിലേക്ക് ആക്കിയാൽ മതി. അയ്യേ, കമലിനങ്ങളോ? പറ്റില്ല, ഞങ്ങൾ ശിവനങ്ങളോടെ പോളൂ. തേ പപ്പി, പറയുന്ന കേക്ക്. അമ്മയ്ക്ക് ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാ. ശിവ, വണ്ടി എടുക്ക്. അത് എന്നാ ഞങ്ങള് സ്കൂളിലാക്കിയിട്ട് പോയാ മതി. അതിനുള്ള സമയമൊന്നുമില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് കമൽ ഞങ്ങളെ വിളിച്ച് പറഞ്ഞോളാം. ശിവ, വൈകിക്കാൻ പറ്റില്ല, വണ്ടി എടുക്ക്. മക്കളെ പേടിക്കണ്ട, കമൽ നിങ്ങൾ പെട്ടെന്ന് വരും കേട്ടോ. ഷേ, നശിപ്പിച്ചു. ഇനി ആ കമലിനങ്ങളുടെ വെളുപ്പത്തരം കേട്ട് പോവേണ്ടി വരും. എന്താ പൊന്നി സംഭവം? എനിക്കറിയില്ല സത്യാമ്മേ, ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിനി വയ്യ കുറുപ്പ് സാറേ, ശരീരം മൊത്തം തളർന്ന അവസ്ഥയില. നോക്കാവുന്നിടത്ത് മുഴുവൻ നോക്കി, പഞ്ചായത്തിൻ്റെ പൊട്ടക്കിണറ്റിൽ വരെ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി, ഇനി ഞാൻ അവരെ എവിടെ നോക്കാനാ? കുറുപ്പ് സാറ് പറ. ഗോപാലകൃഷ്ണ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അധികാരപ്പെട്ടവർ ചിന്തിക്കുന്നത്. കാണാതായിരിക്കുന്നതേ ഒരു കുഞ്ഞിനെയും കുഞ്ഞിന്റെ അമ്മയുമാണ്. ഇനിയും നമ്മൾ വേണ്ടപ്പെട്ടവരെ വിവരം അറിയിച്ചില്ലെങ്കിലേ നഷ്ടപ്പെടുന്ന ഓരോ മണിക്കൂറിനും കൃത്യമായിട്ട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നാ കുറുപ്പ് സാറ് പറയുന്നത്? പോലീസിൽ വിവരം അറിയിക്കണം ഗോപാലകൃഷ്ണ. ഇപ്പോഴത്തെ കാലം അത് വലിയ പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കുന്നിടത്തോ പറയുന്നിടത്തോ അത് നിന്നെന്ന് വരില്ല. നമുക്കത് ഒഴിവാക്കി മുന്നോട്ട് പോകാനും ആവില്ല. പോലീസിൽ പറയുന്നതിന് മുമ്പ് ശാലിനിയോട് വിവരം പറയണ്ടേ? അല്ല, നമ്മുടെ സ്വന്തം ആൾക്കാർ അധികാര സ്ഥാനത്തുള്ളപ്പോൾ ആ വഴിക്ക് പോകുന്നതല്ലേ കുറച്ചും കൂടി നല്ലത്. ഈ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. നമ്മൾ പറയുന്നതും ഒരു കളക്ടർ പറയുന്നതും രണ്ടും രണ്ടാ. ആരെ വേണമെങ്കിലും വിളിച്ചോ, എനിക്കിപ്പോൾ ഒന്നിനും കഴിയാത്ത അവസ്ഥ.